കോഴിക്കോട് വിലങ്ങാട് അതിശക്തമായ മഴ. മഞ്ഞച്ചേളി മേഖലയിൽ 6 കുടുംബങ്ങളിൽ നിന്ന് 30ഓളം പേരെ മാറ്റി താമസിപ്പിച്ചു. വിലങ്ങാട് ടൗൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി. പാലത്തിലൂടെയുള്ള ഗതാഗതം നിലച്ചു. വനമേഖലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷിത ജഗത് ചേരുന്നു. ഷിത, ഇപ്പോഴും അവിടെ മഴ തുടരുകയാണോ? എവിടെയാണ് ഇവരെ മാറ്റി പാർപ്പിച്ചേക്കുന്നത്? അതിനുള്ള സൗകര്യങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ടോ? അതിര വിലങ്ങാട് ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ്. കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ മഴ തുടരുന്നുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള വലിയ ശക്തമായ മഴയായിരുന്നു വിലങ്ങാട് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിലങ്ങാട് പിന്നീട് ടൗണിൽ ഉൾപ്പെടെ വെള്ളം കയറിയത്. ഈ ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചെളിയിൽ കുറച്ച് കുടുംബങ്ങൾ വീണ്ടും താമസിക്കുന്നുണ്ട്. അവർ വിളിച്ചതിനനുസരിച്ചാണ് പുലർച്ചെ തന്നെ ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ശക്തമായ രീതിയിൽ തന്നെ വെള്ളം കുത്തിയൊലിച്ചെത്തുകയും ചെയ്തതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന താമസക്കാരാണ് മറ്റുള്ളവരെ നാട്ടുകാരെ സഹായത്തിനായി വിളിക്കുകയും അവർ അങ്ങനെ എത്തി. നാട്ടുകാരെത്തി 20-30 പേരെയാണ് അവിടെ നിന്ന് മാറ്റി. 6 കുടുംബങ്ങളിലായി 30 പേരെയാണ് മാറ്റിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലേക്കായിട്ടാണ് അവരെ മാറ്റിയിട്ടുള്ളത്. ബന്ധുവീടുകളിലേക്കും മറ്റും തൊട്ടടുത്തുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അവരെ മാറ്റിയിരിക്കുന്നത്. വിലങ്ങാട് ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പാലത്തിലൂടെ ഇനി ഇപ്പോൾ ഈ ഗതാഗതം അസാധ്യമായി നിൽക്കുകയാണ്. 2 കരകളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. മുൻപ് ഉരുൾപൊട്ടലുണ്ടായി, വയനാട് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസം തന്നെയാണ് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായത്. ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ് വിലങ്ങാട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതിശക്തമായ മഴ തുടരുന്നതും ഒപ്പം മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതും. പുഴയിലൊക്കെ തന്നെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത് കൊണ്ട് മറ്റ് പേടിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ മഴ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാലം വെള്ളത്തിനടിയിലായ ഒരു ഗതാഗതം തടസ്സപ്പെട്ട ഒരു സ്ഥിതിയിലാണല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ മാറ്റിപ്പാർപ്പിക്കാൻ എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇത്? അത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഈ പാലത്തിൽ വെള്ളം കയറിയതൊരു ബുദ്ധിമുട്ടാകുന്നില്ല. കാരണം ഇതൊരു മറ്റു സ്ഥലത്തേക്ക് പോകാൻ, വിലങ്ങാട് ടൗണിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആശ്രയിക്കുന്ന ഒരു പാലമാണ്. അതിനിപ്പുറത്താണ് ഈ വെള്ളം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മലവെള്ളം വന്നതോടുകൂടി തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതിൽ വലിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ വെള്ളം ഇനിയും മഴ പെയ്യുകയും കൂടുതൽ വെള്ളം കയറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വിലങ്ങാടുള്ളവർക്ക് സ്വാഭാവികമായിട്ടും തന്നെ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനൊന്നും തന്നെ സാധിക്കുകയില്ല. കഴിഞ്ഞ ഈ തവണ മഴ പെയ്തപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വീടുകളാണ് അവിടെ കുത്തിയൊലിച്ച് പോയത്. ആൾനാശം ഒരാൾ മാത്രമാണ് അവിടെ മരിച്ചത്. മറ്റു കൂടുതൽ ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമായിരുന്നു വിലങ്ങാട് ഉണ്ടായിരുന്നത്. പക്ഷെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടാകുകയും വീടുകൾ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു വരുന്നതേ ഉള്ളൂ. ആളുകൾക്ക് വീടുകൾ നൽകണം എന്നുള്ള ആവശ്യമെല്ലാം തന്നെ അവിടെ പലതവണ ഉയരുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ പ്രതിനിധികളെല്ലാം തന്നെ അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. മഴ കുറയുകയാണെങ്കിൽ ഈ പാലത്തിലൂടെയുള്ള വെള്ളം കുറയുകയും ചെയ്യും. പക്ഷെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് കഴിഞ്ഞ തവണയും ഇതേ രീതിയിലായിരുന്നു. ശക്തമായ വെള്ളം വരികയും പിന്നീട് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഭീതി ഉണ്ടാവുകയും അവർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി 30 പേരെ മാറ്റുകയുമാണ് ഉണ്ടായത്. ശരി, വിവരങ്ങൾ നൽകിയത് ഷിതയാണ്. വിലങ്ങാട് ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്.